സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാരാമം നാടിന് സമർപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെയും വരോഡ് KPS മേനോൻ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ താമരക്കുളത്തിന് സമീപം നിർമ്മിച്ച സ്നേഹാരാമം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. വിനോദ വിശ്രമ കേന്ദ്രമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. 19-ാം മൈലിൽ പ്രവർത്തിക്കുന്ന സെക്കൻഡ് ചോയ്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ KV നൌഷാദാണ് സംരംഭത്തിന് സഹായം നൽകിയത്. കാട് പിടിച്ച് മാലിന്യം നിക്ഷേപിച്ചിരുന്ന പൊതുസ്ഥലം വൃത്തിയാക്കിയാണ് പൂന്തോട്ടത്തോടൊപ്പം വിനോദത്തിനും വിശ്രമത്തിനുമായി സൗകര്യങ്ങൾ ഒരുക്കിയത്. മരത്തണലിൽ വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചു. കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാലും ഉരസിക്കളിക്കുന്നതിനുള്ള സൗകര്യവും ഉറപ്പാക്കി. നടപ്പാതകൾ ഒരുക്കി പൂച്ചെടികൾ നട്ട് ആകർഷകമാക്കിയ സ്നേഹാരാമം ഇനി മുതൽ ആളുകൾക്ക് വിനോദത്തിനും വിശ്രമത്തിനുമായി ഉപയോഗപ്പെടുത്താം. വൈസ് ചെയർമാൻ K രാജേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ, വാർഡ് കൗൺസിലർ M ഗോപാലകൃഷ്ണൻ, കൗൺസിലർ മണികണ്ഠൻ, പ്രിൻസിപ്പൽ C രാജേഷ് കുമാർ, NSS പ്രോഗ്രാം ഓഫീസർ TP പ്രദീപ് കുമാർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MP മുഹമ്മദ് സാജിദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ, സെക്കൻഡ് ചോയ്സ് ഉടമ KV നൌഷാദ്, T കബീർ, PV സായി കിരൺ, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനക്ഷേമം പദ്ധതിയുടെ ഭാഗമായി ജനറൽ വിഭാഗം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. 70ഓളം വയോജനങ്ങൾക്കാണ് കട്ടിൽ വിതരണം നടത്തിയത്. ഇതിനായി 3 ലക്ഷം രൂപയാണ് നടപ്പുവർഷം പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. ആവശ്യമായ ഫണ്ട് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഫണ്ട് ഇഷ്ടംപോലെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലല്ല കട്ടിലുകൾ വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം, പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് നമുക്ക് 100 ചില്ലാനം ആളുകളാണ് ഇവിടെ മങ്കര പഞ്ചായത്തിലുള്ളത്. അപ്പൊ അതിൽ പലരും കിടക്കുന്ന കട്ടിലുകൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. അതിനൊരു മാറ്റം ഉണ്ടാകണം. ഒപ്പം തന്നെ ഓരോ ദിവസവും 60 വയസ്സ് കഴിഞ്ഞ ഒരു കുടിക്കുടി വരും. അപ്പൊ 60 വയസ്സ് ആവണ്ട, ഒരു 40 വയസ്സ് കഴിയുമ്പോഴേക്കും മുട്ടുവേദന തുടങ്ങും. ആ മുട്ടുവേദനയുമായിട്ട് നമുക്ക് ഒരു കട്ടിലിരിക്കാൻ അല്ലെങ്കിൽ നിലത്തിരുന്ന് എണീക്കാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യം ഒരുപാട് ആളുകൾക്ക്, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല ഇനിയും സമൂഹത്തില് ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നം അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം എണ്ണയും തൈലവും കുഴമ്പും തേച്ച് സംഭവം ചൂട് പിടിപ്പിച്ച് കാലിനെ അതിൻ്റെതായ രക്തോട്ടം ശരിയാക്കി എടുക്കുന്നത് നല്ല പണിയാണ്. കഴിഞ്ഞ ദിവസം SC വിഭാഗത്തിൽപ്പെട്ട 70 പേർക്ക് കൂടി നമ്മൾ കട്ടിലുകൾ വിതരണം ചെയ്യേണ്ടത്. 140 പേർക്കാണ് ഈ വർഷം നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടിൽ വിതരണം ചെയ്തത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഗ്രാമസഭകളിലേക്ക് പോയപ്പോഴും ഈ ഒരു ആവശ്യം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പ്രോജക്റ്റിലും 23-24 സാമ്പത്തിക വർഷത്തിൽ നാം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളിലും കട്ടിലിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ICDS സൂപ്പർവൈസർ വിജയകുമാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പാഞ്ചാലി, രേഷ്മ, അനിത, വിനോദ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. നെല്ല് സംഭരണ തുക അപേക്ഷകൾ ലഭിക്കുന്ന മുറയ്ക്ക് നൽകണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര. 1-ാം വിള നെല്ല് സംഭരിച്ച കർഷകർക്ക് സംഭരണ തുക അപേക്ഷകൾക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് പരിഗണന നൽകണമെന്ന് ജില്ലാ കളക്ടർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ നിർദ്ദേശിച്ചു. കർഷകർക്ക് നെല്ല് സംഭരണ തുക നൽകുന്നതിനായി സീനിയോറിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് തടസ്സമാകരുതെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തുക നൽകുന്നതിനുള്ള നടപടി വേഗത്തിലാക്കാൻ ലീഡ് ബാങ്ക് മാനേജറോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. കർഷകർക്ക് തുക ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് ബാങ്കുകൾക്ക് ലീഡ് ബാങ്ക് നിർദ്ദേശം നൽകണം. ഒരേ ബാങ്ക് വഴി എല്ലാ തവണയും തുക ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് സപ്ലൈകോയ്ക്കും നിർദ്ദേശം നൽകി. ഓരോ തവണയും പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങേണ്ടി വരുന്നത് കർഷകർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ വ്യക്തമാക്കി. കർഷകർക്ക് നൽകാനുള്ള ഉഴവുകൂലിയിൽ ജില്ലാ പഞ്ചായത്ത് വീതം നൽകുന്നതിന് നടപടി ആരംഭിച്ചിട്ടുണ്ട്.
1,99,6,899 രൂപയുടെ ക്ലെയിം ട്രഷറിയിൽ സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി ഇതുവരെ 51,12,555 രൂപ വിതരണം ചെയ്തു. 63.6 ലക്ഷം രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി അവസാന ഘട്ടത്തിലാണ്. ഗ്രാമപഞ്ചായത്ത് വിഹിതം 1,35,89,637 രൂപ കൃഷിഭവൻ മുഖേന നൽകി കഴിഞ്ഞു. 33,97,375 രൂപയുടെ നടപടി ഉടൻ പൂർത്തിയാകും. BFFPCയുടെ സഹകരണത്തോടെ സഹകരണ ബാങ്കുകളെയും ഉൾപ്പെടുത്തി പച്ചത്തേങ്ങ സംഭരണം നടത്തുന്നതിന് നടപടി സ്വീകരിക്കുന്നതിനായി ബാങ്ക് പ്രതിനിധികളുടെ യോഗം ചേരുന്നതിന് ജോയിന്റ് രജിസ്ട്രാറായി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. കാർഷിക ആവശ്യത്തിന് പ്രതിദിനം 5000 ലിറ്റർ ഭൂഗർഭജലം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പ്രായോഗികമല്ലെന്നും പരിധി ഉയർത്തുന്നതിന് നടപടിയെടുക്കണമെന്നും വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതിനിധി S വിനോദ് ആവശ്യപ്പെട്ടു. പ്രസ്തുത വിഷയം പരിഹരിക്കുന്നതിനായി ഭൂഗർഭജല വകുപ്പ്, കൃഷി വകുപ്പ്, KICB ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും സംയുക്ത യോഗം ഉടൻ ചേരുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നെല്ലിയാമ്പതി തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനായി K ബാബു MLAയുടെ അധ്യക്ഷതയിൽ തൊഴിലാളികളുടെ യോഗവും ക്യാമ്പുകളും നടത്തിയതായി ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, RR ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണ, വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതിനിധി വിനോദ്, M ഹരിദാസ് MPയുടെ പ്രതിനിധി മാധവൻ, RDOD അമൃതവല്ലി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ശ്രീലത, വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. പാലപ്പുറം വിദ്യാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി പുതുവത്സരം ആഘോഷിച്ചു. പുത്തൻ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേകുവാനായി വീണ്ടും ഒരു പുതുവർഷം കൂടി വന്നെത്തി. പാലപ്പുറം വിദ്യാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോട് കൂടിയാണ് പുതുവത്സരത്തെ വരവേറ്റത്. അസോസിയേഷന്റെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് വിപുലമായി ആഘോഷിച്ച പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ A ഗോപിനാഥ് പുതുവത്സര സന്ദേശം നൽകി. ചടങ്ങിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മനോജ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ കൃഷ്ണ കൈമൾ, C ചെന്താമരാക്ഷൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതുവത്സര ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേളയും നടന്നു. ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ജല ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജലലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കിയാണ് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത്. ഓരോ 10 ദിവസത്തെയും ആകെ ജലലഭ്യതയും ആകെ ജല ആവശ്യവും കണക്കാക്കിയ ശേഷം ഇവയെ താരതമ്യം ചെയ്ത് ജലമിച്ചമാണോ ജലക്കമ്മിയാണോ എന്ന് കണ്ടെത്തിയാണ് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് തലത്തിൽ ജലവിഭവം, കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളെ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ജലസ്രോതസ്സുകളുടെ എണ്ണം, ഉപയോഗം, ലഭിക്കുന്ന മഴവെള്ളത്തിന്റെ അളവ് തുടങ്ങിയ വിവരങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജല ബഡ്ജറ്റിൽ ഉൾപ്പെട്ട വിവരങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിലും ജലാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ മുന്നിൽ കണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും പ്രയോജനപ്പെടുത്തും. വടക്കഞ്ചേരി EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു.
വൈസ് പ്രസിഡന്റ് വിജയ് ഹുസൈൻ അധ്യക്ഷനായി. നവകേരളം കർമ്മപദ്ധതി റിസോഴ്സ് പേഴ്സൺ വീര സാഹിബ് ജല ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല, പഞ്ചായത്ത് സെക്രട്ടറി രാധിക, MGNRGS ഫിനോയ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതപ്പുഴ തീരസംരക്ഷണത്തിനായി ജൈവവേലി ഒരുക്കാൻ പദ്ധതി തയ്യാറാകുന്നു. ഭാരതപ്പുഴയുടെ തീരസംരക്ഷണത്തിനായി ജൈവവേലി നിർമ്മിക്കുന്നു. ഇതിനായി നഗരസഭാ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഭാരതപ്പുഴ തീരം വേനൽക്കാലായ തീ പിടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറേ പക്ഷികൾ, മൃഗങ്ങൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. അത് പുഴയോരം നമ്മൾ സംരക്ഷിക്കുകയും ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒറ്റപ്പാലം നഗരസഭ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് 10 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയിൽ നമുക്ക് പുഴ തീരം വൃത്തിയാക്കലും കൂട്ടത്തിൽ മുള വെച്ച് പിടിപ്പിക്കലുമാണ് ഇതിലെ ഫണ്ട്. ഇപ്പോൾ നമുക്ക് മുള വെച്ച് പിടിപ്പിക്കൽ കഴിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ റവന്യൂ സർവേ ചെയ്തു തരും. ആ ഭാഗത്തു കൂടെ നമ്മൾ ബോർഡർ കണ്ടുപിടിച്ച് ഫയർ ലൈൻ ഇടുക. ഫയർ സേഫ്റ്റി ആളുകൾ ഫയർ ലൈൻ ഇടും. നമ്മൾ ആ ഭാഗങ്ങൾ വെട്ടി വൃത്തിയാക്കി മണ്ണ് വൃത്തിയാക്കി നിലം ഒരുക്കി വയ്ക്കും. അതാണ് നമ്മുടെ പ്രാവശ്യത്തെ പദ്ധതി. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ആളുകളാണ് ഇവിടെ തൊഴിൽ ചെയ്യുന്നത്. റവന്യൂ, ഇറിഗേഷൻ്റെ ആളുകളുണ്ട്. ഇറിഗേഷൻ, റവന്യൂ, ഫോറസ്റ്റ്, നഗരസഭ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ പുഴയുടെ തീരം സംരക്ഷിക്കുകയാണ്. ഒറ്റപ്പാലം നഗരസഭയാണ് 10 ലക്ഷം രൂപ തൊഴിലുറപ്പ് പണിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുളങ്കാട് വെച്ച് പിടിപ്പിക്കാൻ നിലം ഒരുക്കുന്നതിന് വേണ്ടി തുക വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിലം ഒരുക്കിയിടും. പിന്നീട് ഫോറസ്റ്റ് നമുക്ക് ആ തൈകൾ തന്ന് നമ്മൾ ആ തൈകൾ ആ സമയത്ത് വെച്ച് പിടിപ്പിക്കും. ജൈവവേലി നിർമ്മിക്കുന്നതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കാട് വെട്ടിത്തെളിച്ച് നിലമൊരുക്കൽ ആരംഭിച്ചു. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുഴയുടെ അതിർത്തി നിർണയിച്ച് നൽകാൻ സർവേയും ആരംഭിച്ചു. NGTയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിന് ഭാഗമായിട്ട് റവന്യൂ, മൈനർ ഇറിഗേഷൻ, മുനിസിപ്പാലിറ്റി, ഫോറസ്റ്റ് എന്നീ 4 വകുപ്പുകൾ സംയുക്തമായി പുഴയുടെ ഭാഗം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് റവന്യൂവിൻ്റെ ഭാഗത്തു നിന്ന് ഈ പുഴയുടെ ബൗണ്ടറി നിർണ്ണയിക്കുകയും ആ ബൗണ്ടറി നിർണ്ണയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ തീരപ്രദേശം ഈ അതിർത്തി ജൈവവേലി വെച്ച് സംരക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നിലമൊരുക്കുന്ന പ്രാഥമിക പ്രവർത്തനമാണ് ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് അതിൻ്റെ ഈ മുള അതുപോലുള്ള വൈവിധ്യമാർന്ന വിവിധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് സംരക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ആരംഭിക്കുന്നത് ലക്കിടി, നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിൻ്റെ പരിധിയിൽ വരുന്നത് ലക്കിടിയിൽ നിന്നും ഷൊർണൂർ അതിർത്തി വരെയാണുള്ളത്. നമ്മളിപ്പോൾ ആരംഭിച്ചുള്ളത് ഇപ്പോൾ ഇവിടെ മായന്നൂർ പാലത്തിൻ്റെ അവിടെ നിന്നാണ്. ഇവിടുന്ന് മുനിസിപ്പാലിറ്റി അതിർത്തി വരെ ഉണ്ടാകും. ജൂൺ മാസം മുതൽ മുള ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കും. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി, ഹെഡ്ക്വാർട്ടേഴ്സ് തഹസിൽദാർ CM അബ്ദുൾ മജീദ്, ഡെപ്യൂട്ടി തഹസിൽദാർ G ഗോപാൽ, ഭൂരേഖ തഹസിൽദാർ KR രേവതി, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത്ത്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ, മുനിസിപ്പൽ എഞ്ചിനീയർ ജയപ്രകാശ് തുടങ്ങിയവർ ഇന്ന് ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപമുള്ള ഭാരതപ്പുഴയുടെ കടവ് സന്ദർശിച്ചു. ചെർപ്പളശ്ശേരിയിൽ സമാധാന മതിൽ ഒരുങ്ങി. വള്ളുവനാടിന്റെ ചരിത്രവും സംസ്കാരവും വരച്ചിട്ട ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സമാധാന മതിലിന്റെ ഉദ്ഘാടനവും സ്കൂൾ ശതാബ്ദി സ്മാരക ഓഡിറ്റോറിയത്തിന്റെ കല്ലിടലും നടന്നു. പരിപാടി മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. മതിലിന്റെ ശില്പി സുരേഷ് K. നായർക്ക് മന്ത്രി ഉപഹാരം നൽകി. പ്രിൻസിപ്പൽ P. അബ്ദുൾ സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സഫ്ന പാറയ്ക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ VT സാദിഖ് ഹുസൈൻ, VP ഷമീജ്, K. മിനി, KT പ്രമീള, K. നന്ദകുമാർ, സുരേഷ് K. നായർ, പ്രധാന അധ്യാപകൻ K. രാജ്കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ.
ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. കോറയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. കോറയുടെയും വിവേകാനന്ദ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെയും ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവേകാനന്ദ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിലുള്ള ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ബോധവൽക്കരണ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഒറ്റപ്പാലം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ സർക്കിൾ ഇൻസ്പെക്ടർ P. ശ്രീജേഷ് നിർവഹിച്ചു. കുട്ടികൾക്ക് ക്ലാസ്സുകൾ എല്ലാ സ്കൂളുകളിലും ലഹരിവിരുദ്ധ ക്ലബ്ബുകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും ഇതുപോലുള്ള ക്ലാസ്സുകൾ നടത്തി വരുമ്പോൾ ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത് രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള രക്ഷിതാക്കളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ എടുക്കണമെന്ന്. അത് എനിക്ക് തോന്നുന്നു ഈ റെസിഡൻസ് അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു പ്രവർത്തനം നിർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതിലാണ്. ഞാൻ അതിലൊക്കെ പങ്കെടുത്ത എനിക്ക് തോന്നുന്നൊരു 80% സ്ത്രീകളായിരുന്നു, അതായത് അവരുടെ അമ്മമാരാണ്. അവർക്ക് സത്യത്തിൽ കുട്ടികൾക്ക് എടുക്കുന്ന ക്ലാസ് എന്നതിനെ പറ്റി കുട്ടികളെ ഇതൊക്കെ കേട്ട് ബോറടിച്ചിരിക്കുകയാണ്. അവർക്ക് ഇതൊന്നും താല്പര്യമില്ല, അത് ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥയില്ല. അപ്പം നമ്മുടെ കുട്ടികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥയിൽ അമ്മമാരാണ് കൂടുതൽ, അല്ലെങ്കിൽ അച്ഛന്മാരും അവർക്ക് പങ്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം കൂടുതൽ കുട്ടികളുമായിട്ടുള്ള അടുപ്പമുള്ള അവരുമായിട്ട് കൂടുതൽ അവരുമായിട്ട് കൂടുതൽ എന്താണ് അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന അമ്മമാരുടെ രീതിയിൽ ഇപ്പോഴുള്ള റെസിഡൻസ് അസോസിയേഷൻ പരിപാടികളിലേക്ക് കൂടുതലായി അവരെ പങ്കെടുപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവരെ വരേണ്ടതായിരുന്നു ഒരു അഭിപ്രായമുണ്ട്. നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇപ്പോൾ സ്കൂൾ തലത്തിലുള്ള ക്ലാസ്സുകൾ പോലെ നേരത്തെ ഹൈസ്കൂൾ തലത്തിലേക്ക് ഇപ്പോൾ അതിന് താഴെ LP തലത്തിൽ UP തലത്തിൽ വരെ ക്ലാസ്സുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കുട്ടികൾക്ക് അറിയാം, കുട്ടികളുടെ കൊറോണ ഒരു 2 വർഷക്കാലം മൊബൈൽ ഫോൺ വഴി ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ വേറെ തലത്തിലേക്ക് എത്തി. അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ഒന്നും അവരിൽ നിന്ന് മറച്ചു വയ്ക്കേണ്ട ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ ഇതിനും അറിയില്ലാതെ എല്ലാം അവരുടെ കയ്യിലേക്ക് സുലഭമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇൻസ്റ്റാഗ്രാം പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ തുടങ്ങിയിട്ട് അതുവഴി ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ ഫോളോവേഴ്സായിട്ട് കിട്ടുന്നുണ്ട്. അവർ വഴി ഇങ്ങനെ ഇതിൻ്റെ ഒരു ലോകത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാതെ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്നുള്ള രീതിയിൽ പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചുകൊണ്ട് മാത്രം ഇപ്പോഴുള്ള ഒരു മാഫിയയുടെ രൂപത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ ലഹരി മാഫിയയെ പൂർണ്ണമായിട്ട് അവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. വിവേകാനന്ദ റോഡ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോറ പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിവന്റീവ് ഓഫീസർ ബഷീർ കുട്ടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഒറ്റപ്പാലം ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിലെ സീനിയർ അധ്യാപകൻ രാജേഷ് മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ ആതിര നാരായണൻ, ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ അംബിക, ഭാരതപ്പുഴ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി വാസുദേവൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ആലത്തൂർ ബ്ലോക്ക് ഗ്രാമസഭ ചേർന്നു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് ഗ്രാമസഭാ യോഗം ചേർന്നു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സുലോചന വർക്കിംഗ് ഗ്രൂപ്പ് ഗരഡ് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് KC ബിനു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുട്ടികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തിൽ ഇന്ന് കേരളവർമ്മ പഴശ്ശിരാജ ജന്മദിനം. കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീരകേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. ബാലനായിരിക്കെ തന്നെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ പരദേവതയായ മുഴക്കുന്നിൽ ശ്രീ മിതങ്കലേശ്ശേരി ഭഗവതിയെ സാക്ഷിയാക്കി ദൃഢപ്രതിജ്ഞ ചെയ്ത പഴശ്ശിരാജ തന്റെ വാക്ക് അവസാന ശ്വാസം വരെ കാത്തുസൂക്ഷിച്ചു എന്നാണ് പഴങ്കഥകളിൽ പറയപ്പെടുന്നത്. 1805 നവംബർ 30 മാവിലത്തോട്ടിൽ തീരത്തിൽ വെച്ച് അദ്ദേഹം മരിച്ചു.
പഴശ്ശി ആത്മഹത്യ ചെയ്തെന്നും ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചെന്നും 2 വാദമുണ്ട്. പഴശ്ശിയുടെ തലയ്ക്ക് കമ്പനി 3000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. പഴശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന കണവത്ത് നമ്പ്യാരെയും എടച്ചന കുങ്കനെയും വധിച്ച് തല വെട്ടിയെടുത്ത് പ്രദർശിപ്പിച്ചിരുന്നു. കൂടാതെ പഴശ്ശിയെ വകവരുത്താൻ നിയുക്തനായ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കളക്ടർ റിപ്പോർട്ടിൽ പഴശ്ശിയെ 100ഓളം കോൽക്കാരും ബ്രിട്ടീഷ് അനുകൂലിയായ കരുണാകര മേനോനും ചേർന്ന് വളഞ്ഞുവെന്നും കരുണാകര മേനോനെ കണ്ട പഴശ്ശിച്ചി മാറി നിൽക്കുക എന്നെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു. അതിനാൽ പഴശ്ശി സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു. 1753 കോട്ടയം രാജവംശത്തിലാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന സ്ഥലത്തായിരുന്നു രാജവംശത്തിൻ്റെ ആസ്ഥാനം. മലയാള സാഹിത്യത്തിന് കോട്ടയം രാജവംശം തന്നിട്ടുള്ള സംഭാവനകൾ നിസ്തുലമാണ്. പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചതിനാൽ പുരളീശ്വരന്മാർ എന്നും ഈ രാജവംശം അറിയപ്പെടുന്നു. മലഞ്ചരക്കുകൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും വയനാടൻ മലനിരകൾ പ്രശസ്തമായിരുന്നതിനാൽ ആ നൂറ്റാണ്ടിൻ്റെ തന്നെ യൂറോപ്യൻ കച്ചവടക്കാർ ഇവിടുത്തെ വാണിജ്യാധിപത്യത്തിനായി മത്സരിച്ചിരുന്നു. തമ്മിൽ കലഹിച്ചുകൊണ്ടിരുന്ന ചെറുനാട് വഴികൾ വിദേശ അധിനിവേശം സ്വയം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. 1766 കോട്ടയം രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുത്ത മൈസൂരിനെതിരെ നാട്ടുരാജാക്കന്മാരും ദേശവാസികളും നടത്തിയ സമരത്തിന് സ്വയം പിന്തുണ പ്രഖ്യാപിച്ച് തലശ്ശേരി ആസ്ഥാനമാക്കി കച്ചവടം നടത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും രംഗത്തെത്തി. അന്ന് കേവലം 13 വയസ്സ് മാത്രമായിരുന്നു കേരളവർമ്മയുടെ പ്രായം. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തം താല്പര്യം മാത്രം നോക്കി മൈസൂരുമായും നാട്ടുരാജ്യങ്ങളുമായും മാറി മാറി കരാറുണ്ടാക്കി. ഹൈദരാലി മലബാർ ആക്രമിച്ചപ്പോൾ എതിർത്ത് പഴശ്ശിരാജയായിരുന്നു. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിച്ചിരുന്നു. 1784 മംഗലാപുരത്ത് വെച്ച് കമ്പനി മലബാറിലെ കപ്പം പിരിക്കാനുള്ള അവകാശം മൈസൂരിന് നൽകി. കപ്പം കൊടുക്കാൻ നിവൃത്തിയിലായിരുന്ന സാധാരണ ജനങ്ങൾ പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിച്ചു. 1792 ശ്രീരംഗപട്ടണം സന്ധിയോടെ മലബാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ അധീനതയിലായി. എന്നാൽ കമ്പനി ധിക്കരിക്കാനായിരുന്നു പഴശ്ശിയുടെ തീരുമാനം. പഴശ്ശിയുടെ സഹായത്തിന് സേനയിൽ പ്രധാനമായും നമ്പ്യാർ, തീയർ, കുറിച്യ എന്നിങ്ങനെ വിവിധ പട്ടാള വിഭാഗങ്ങൾ അണിനിരന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.